ഹായ്, നമസ്കാരം. ഹായ്. ഇന്ന് കേരളത്തിൽ ഒരു വിദ്യാർത്ഥി, മെഡിക്കൽ വിദ്യാർത്ഥി, ജാതീയമായിട്ടുള്ള അധിക്ഷേപം കൊണ്ട്, അല്ലെങ്കിൽ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ കറുത്തു പോയെന്നൊരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന കാരണം കൊണ്ട് ഈ അധിക്ഷേപങ്ങളുടെ ഭാഗമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ പലരും ചോദിക്കാറുണ്ട്, ഇപ്പോഴും ജാതീയമായുള്ള വിവേചനം നിൽക്കുന്നുണ്ടോ, എന്തിനാണ് റിസർവേഷൻ, എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജാതി ഇപ്പോഴും പറയേണ്ട കാര്യം എന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ജാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പലരുടെ മൈൻഡിൽ. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അനുഭവം പറയാം. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ ആ വീട്ടിൽ പോയി. ഈ മരിച്ച സ്ത്രീ ഒരു SC വിഭാഗത്തിൽപ്പെടുന്നൊരു സ്ത്രീയാണ്. അതെൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ SC വിഭാഗത്തിൽ, അതൊരു ഫ്രണ്ട് SC വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ വന്ന പെൺകുട്ടി ഒരു ഉന്നത കുല ജാതിയാണ്, നമ്മളെ സോക്കോൾഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മരിച്ച വീട്ടിൽ പോകുന്നൊരു വൈകുന്നേര സമയത്താണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കട്ടൻ ചായയും കുറച്ച് മധുരപലഹാരങ്ങളും മിക്സ്ചറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികം എടുത്ത് കഴിക്കും, ചായ കുടിക്കും, മിക്സ്ചർ എടുത്തു, മധുരപലഹാരം എടുത്തു. അപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുള്ള ആ പെൺകുട്ടി എൻ്റെ വ്യക്തിപരമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള കുട്ടിയാണ്. ഇപ്പോഴും പരിചയമുണ്ട്, പക്ഷേ വ്യക്തിബന്ധമില്ല. അപ്പോൾ ആ വ്യക്തി, ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഈ പെൺകുട്ടി ആ പ്ലേറ്റിൽ നിന്ന് മിക്സ്ചറും ആ മധുരപലഹാരം എടുക്കുന്നുണ്ട്, പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള കട്ടൻ ചായ കുടിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്താ, നീ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണല്ലോ, നീ എന്താ ചായ കുടിക്കാതെ? ഓ, ചായ ഒന്നും വേണ്ട, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കുറേ നിർബന്ധിച്ചു, പക്ഷേ പിന്നെ വേണ്ട, ഓരോ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, നിർബന്ധിക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ബൈയൊക്കെ പറഞ്ഞിറങ്ങി. ഞാൻ ചോദിച്ചു, ഞങ്ങൾ വണ്ടി കയറുമ്പോൾ ചോദിച്ചു, എന്താ നീ ചായ കുടിക്കാഞ്ഞേ, നീ ചായ കുടിക്കുന്നതാണല്ലോ. അപ്പോൾ ആ കുറേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ചായ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയല്ലേ, അതുകൊണ്ട് എനിക്കത് വേണ്ട, ഞാൻ മിശ്രണം പിന്നെ പുറത്തുനിന്ന് വാങ്ങിയതല്ലേ. അപ്പോഴാണ് ഈ കൃത്യമായൊരു സാധനം എന്താണെന്ന് ഓടിയത്. ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ കട്ടൻ ചായ ഈ സ്ത്രീ പെൺകുട്ടി കുടിക്കഴിഞ്ഞത്. മിക്സ്ചർ പുറത്തുനിന്ന് ഉണ്ടാക്കിയാണ്, ആരും ഉണ്ടാക്കി അറിയാത്ത ആളുണ്ടാക്കിയാണല്ലോ, കുഴപ്പമില്ല. അങ്ങനെ എത്രയോ സാഹചര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ വേറെ താരം പറയാം. ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, ആ ഫ്രണ്ടിൻ്റെ ഒരു വയസ്സായ സ്ത്രീ ഉണ്ട് വീട്ടിൽ. ആ വയസ്സായ സ്ത്രീക്ക് എൻ്റെ ജാതി എന്താണെന്ന് അറിയണം. അപ്പോൾ എൻ്റെ പേരൊന്നും ജാതിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചു, അമ്മേൻ്റെ പേര് ചോദിച്ചു, അമ്മമ്മേൻ്റെ പേര് ചോദിച്ചു, അച്ചാച്ചൻ്റെ പേര് ചോദിച്ചു, എവിടെയെങ്കിലും ജാതി പാലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ കുത്തി എവിടെയാണ് വീട്, അങ്ങനെ കൃത്യമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ജാതി പാലിട്ടിട്ട് അവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ. അപ്പോൾ എനിക്ക് ആ സമയത്ത് കുറച്ച് എനിക്ക് ഓടിയത് സാധനം ഉദ്ദേശിക്കുന്നതല്ല. അപ്പോൾ ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറി, എനിക്ക് എന്തിനാ പറയേണ്ട കാര്യം, ഞാൻ ഒഴിഞ്ഞു മാറി, അത് ആ സന്ദർഭങ്ങൾ ഒഴിവായി. പിന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് ഈ സ്ത്രീ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള മാനസികാവസ്ഥ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഇല്ലയെന്നും പറഞ്ഞത് കാര്യമില്ല. എത്ര പുരോഗമിച്ചു പറഞ്ഞാലും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം മാറുന്നുണ്ട്. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആളുകളെ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാൻ വേണ്ടി പോലും ഈ ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ലെങ്കിൽ ജാതീയമായിട്ട് അങ്ങ് അധിക്ഷേപിച്ചേക്കാം. ഒരു വ്യക്തിപരമായിട്ട് യാതൊന്നും പറഞ്ഞു തീർക്കാനില്ലെങ്കിൽ അവസാനത്തെ ഒരു തുറപ്പ് ചീട്ടായിട്ട്, നീ ആ ജാതിപ്പെട്ടവനാണ്, എൻ്റെ പെരുമാറ്റം ഇങ്ങനെ, അല്ലെങ്കിൽ നിൻ്റെ സ്വഭാവം ഇങ്ങനെ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിൻ്റെ ഈ നിറം, പലപ്പോഴും നിറം എന്ന ഉദാഹരണത്തിന് പറഞ്ഞ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ജാതി ഇല്ലെന്ന് പറയും. അത് വെറുതെയാണ്. അവരും ജാതി കൃത്യമായിട്ട്, മാറ്റവൻ ആ ജാതിയിൽപ്പെട്ടവനാണ്, ഇവൻ ഈ ജാതിയിൽപ്പെട്ടവൻ കൃത്യമായിട്ട് പറയാറുണ്ട്. എത്രയോ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവൻ്റെ നിറം, എത്രയോ എനിക്ക് സുഹൃത്തുക്കൾ, അന്യമതപ്പെടുന്ന സുഹൃത്തുക്കൾ പറയാറുണ്ട്, അവൻ്റെ നിറം കണ്ടോ, അവൻ ആ ജാതിപ്പെടുന്നതാണ്, ഇവൻ്റെ നിറം കണ്ടോ, അവൻ ഈ ജാതിപ്പെടുന്നതാണ്. എത്രയോ ആൾ പറയാറുണ്ട്, എത്രയോ ആൾ ഉപയോഗിക്കാറുണ്ട്. കൃത്യമായിട്ട് ഈ ജാതി എന്ന കാര്യത്തിൽ ഒരു മതവും വിമുക്തമല്ല. ഇന്ത്യയിൽ ഉള്ള ഒരു വ്യക്തികളും ഈ ജാതി എന്ന് പുറത്തുള്ളതല്ല. കൃത്യമായി ജാതി കൃത്യമായി ഉപയോഗിക്കാറുണ്ട്, അധിക്ഷേപത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ജാതി ഇല്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ആദരാഞ്ജലികൾ.